വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ എനിക്കൊട്ടും സുഖമില്ല. ഇന്നലെ ഫുട്ബോൾ കളിക്കാനായിട്ട് ഇറങ്ങി കാലിന് ചെറുതായിട്ട് ഒരു പണി കിട്ടി. ഇപ്പോഴത്തെ പിള്ളേരോട് കളിച്ചപ്പോൾ കിട്ടിയ പണിയാണ്. നേരത്തെ ആക്സിഡന്റ് ആയ കാലിൻ്റെ ഇവിടെ ഫുള്ള് നീരടിച്ചിരിക്കുകയാണ്. അങ്ങനെ പണിയെ കിട്ടി. ഇന്ന് പണിക്ക് പോലും പോകാൻ പറ്റാതെ വിഷമിച്ച് ഇരിക്കുമ്പോഴത്തേനാണ് ഫോണിൽ വെറുതെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴത്തേന് ഒരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി യൂട്യൂബ് പാർട്ണർ എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടപ്പോഴത്തേന് ഈ ഒരു വിഷമത്തിനിടയ്ക്ക് കുറച്ച് സന്തോഷമായി. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. കുറേ പേരുടെ ഡെയിലി ലൈഫ് വ്ളോഗ്സ് കണ്ട് മോട്ടിവേറ്റ് ആയിട്ടാണ് ഞാനും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ചുമ്മാ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ആദ്യമൊക്കെ ഓൺ വോയിസ് ഒന്നും അല്ലാതെ ചുമ്മാ സാധാ പോലെ വഴിയിൽ നിന്ന് കിട്ടുന്ന അതും ഇതും എല്ലാം കണ്ടതും കടിയതും എല്ലാം വീഡിയോസൊക്കെ എടുത്താണ് ഞാൻ യൂട്യൂബിൽ ആദ്യമൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ചെറുതായിട്ട് ഈ 2025 ജനുവരി 1 തൊട്ടാണ് ഞാൻ ഓൺ വോയിസിൽ ഷോർട്സ് വീഡിയോ ഇട്ടു തുടങ്ങിയത്. ആദ്യം ഷോർട്സ് വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ചെറുതായിട്ട് വീഡിയോസൊക്കെ റീച്ചായി. കുറച്ച് ചെറിയതായിട്ട് സബ്സ്ക്രൈബർ പയ്യെ ഒരുപാട് സബ്സ്ക്രൈബർ കിട്ടിയില്ല, പയ്യെ ഇങ്ങനെ സബ്സ്ക്രൈബർ കയറി തുടങ്ങി. അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. പിന്നെ അങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അല്ലാതെ എല്ലാവരെയും പോലെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കോടികൾ സമ്പാദിക്കുക അങ്ങനെ വിചാരിച്ചിട്ടല്ല. ജസ്റ്റ് ഒരു കൗതുകം, ഒരു സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഓരോ ഇടുന്ന വീഡിയോയ്ക്ക് സബ്സ്ക്രൈബർ കയറുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് കണ്ടപ്പോഴത്തേന് ഒരു സന്തോഷം. എന്നാൽ പിന്നെ ചുമ്മാ വീഡിയോ ഇട്ട് കളയാം എന്ന് എഴുതിയിട്ടാണ്, ഒരു ക്രേസ് ആയിട്ടാണ് പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയത്. അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഒരു 10K സബ്സ്ക്രൈബറൊക്കെ ആവുമെന്നുള്ളത്. ഇപ്പം നിലവിൽ എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേന് 17K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിലവിലുണ്ട്. അതുപോലെ തന്നെ പക്ഷെ ഇത്രയും സബ്സ്ക്രൈബർ ആയിട്ട് പോലും ഇതുവരെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:30-ക്കാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത്. ഇപ്പോൾ ജൂലൈ 15 തൊട്ട് പുതിയ മോണിറ്റൈസേഷൻ പോളിസിയൊക്കെ വരും. ഒരുപാട് പേരുടെ ചാനലിൽ മോണിറ്റൈസ് ആകുമ്പോൾ പുതിയ ചാനലിലേക്ക് മോണിറ്റൈസ് ആവാനായിട്ട് ഒരുപാട് പാടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി കിട്ടിയത്. അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവാനായിട്ട് ഞാൻ ഇതേപോലെ ഇഷ്ടം പോലെ ഞാൻ ഷോർട്സ് വീഡിയോ ആയിരുന്നു ഞാൻ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ എത്രയൊക്കെ ഷോർട്സ് വീഡിയോ ഇട്ടാലും ചാനലിൽ മോണിറ്റൈസേഷൻ, അതായത് ആർട്സിലൂടെ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും 10 മില്യൺ വ്യൂസ് 90 ദിവസത്തിനുള്ളിൽ അടിക്കേണ്ടതായിട്ടുണ്ട്. 10 മില്യൺ വ്യൂസ് നമ്മൾ ഷോർട്സിലൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ല കണ്ടന്റുകൾ ഇട്ടാൽ മാത്രമേ ഉള്ളൂ അത് റീച്ചായി കിട്ടുന്നെന്നുള്ളത്. അല്ലാതെ ഞാനിടുന്ന പോലുള്ള കണ്ടന്റുകൾക്കൊന്നും ഒരിക്കലും ഷോർട്സിലൂടെ 10 മില്യൺ വ്യൂസ് ഒന്നും 90 ദിവസം കൊണ്ട് കിട്ടാൻ പോകില്ല. അത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ പയ്യെ ഈ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോസ് കൂടെ ഇട്ട് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഷോർട്സ് ഇടുന്നതിനേക്കാൾ കൂടെ അതിൻ്റെ കൂടെ തന്നെ ലോങ് വീഡിയോ കൂടെ ഇട്ട് തുടങ്ങിയത്. അങ്ങനെ ലോങ് വീഡിയോസിൽ നിന്നാണ് ഞാനിപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ഓണാക്കി എടുത്തത്. ചാനൽ മോണിറ്റൈസേഷൻ ഓണാവാനായിട്ടുള്ള മെയിൻ ഒരു ഘടകം എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന മുതലിനെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഇരിക്കുന്ന മുതലാണ് എൻ്റെ ഈ ചാനൽ മോണിറ്റൈസേഷൻ ഓണാക്കി തന്നത്. എടുക്കുന്നത് നോക്കണ്ട, വണ്ടി പോയിട്ട് വന്നതിൻ്റെ എടുക്കാം. ഓക്കെ, ഈ വണ്ടിയുടെ ഫസ്റ്റ് റിവ്യൂ വീഡിയോ ഇട്ടപ്പോഴത്തേനോട്ടാണ് ലോങ് വീഡിയോ റീച്ചായിട്ട് അതിൽ നിന്ന് വാച്ചിങ് അവർ കിട്ടിയത്. നമ്മുടെ ലോങ് വീഡിയോ ഇടുമ്പോഴത്തേന് വാച്ചിങ് അവർ നോക്കിയിട്ടാണ് മോണിറ്റൈസേഷൻ ഓൺ ആവുന്നത്. എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ഓൺ ആവാനായിട്ട് 4000 വാച്ചിങ് അവർ വേണമായിരുന്നു ലോങ് വീഡിയോയിൽ. അത് ഓണായി കിട്ടിയത് ഈ വണ്ടിയുടെ വീഡിയോസ് ഇട്ടതിന് ശേഷം മാത്രമാണ് ചാനൽ മോണിറ്റൈസേഷൻ ഓണായി കിട്ടിയത്. ഈ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് ഞാൻ ഇട്ട വീഡിയോ ഈ വണ്ടിയുടെ ഫുൾ റിവ്യൂ ആയിരുന്നു. അതൊരു 8 മിനിറ്റിനാണ്ടൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ അത് പയ്യെ അതൊക്കെ റീച്ചായി ഒരു 10-30K അങ്ങോട്ടായിരുന്നു. റീച്ച് എന്ന് പറഞ്ഞാൽ 10-30K അത്രയും കണ്ട വ്യൂ കിട്ടിയുള്ളൂ. പക്ഷെ അതിൽ നിന്ന് തന്നെ എനിക്ക് ഏകദേശം 2000 പുറത്ത് വാച്ചിങ് അവർ കിട്ടി. അങ്ങനെയാണ് പിന്നെ ബാക്കിയുള്ള ലോങ് വീഡിയോസ് എല്ലാം കൂടെ ചേർത്ത് എങ്ങനെയൊക്കെയോ ഇന്ന് ഉച്ചയായപ്പോഴത്തേന് ഒപ്പിച്ച് 4000 വാച്ചിങ് അവർ കയറി ചാനൽ മോണിറ്റൈസേഷൻ ഓണായി. ഇപ്പോൾ ഞാൻ ആർട്സിൻ്റെ എല്ലാം ഞാൻ ഓണാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ആർട്സിൻ്റെ എല്ലാം അതായത് ചാനലിൽ വരുന്നിട്ടുള്ള ചാനലിൽ വീഡിയോസ് കാണുമ്പോഴത്തേന് ആർട്സ് കയറി ആ ആർട്സിലൂടെ നമുക്ക് വരുമാനം കിട്ടും യൂട്യൂബിൽ നിന്ന്. എന്നെപ്പോലുള്ള ചെറിയ യൂട്യൂബർമാർക്ക് അത്രയും സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ടാണ് ആയതുകൊണ്ടാണ് ഞാൻ ഇതങ്ങ് വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചത്. കാരണം ഒരുപാട് നാൾ, അതായത് ഞാൻ ഈ ജനുവരി 1 തൊട്ട് കണ്ടിന്യൂസ് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടും ഇപ്പം ജൂലൈ 5 ആയപ്പോഴത്തേനാണ് ചാനലിൽ മോണിറ്റൈസേഷൻ ഓണായത്.
ചിലർക്കൊക്കെ 5 ദിവസം 10 ദിവസം ഒരാഴ്ച കൊണ്ടുമൊക്കെ മോണിറ്റൈസേഷൻ ആവുന്ന കാലത്ത് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നിട്ടാണ് എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ഓണായി കിട്ടിയത്. അതുകൊണ്ട് അത്രയും സന്തോഷമുണ്ട് എനിക്ക്. ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടായി കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേന് ഒരിത് അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ മോണിറ്റൈസേഷൻ ഓൺ ആയതുകൊണ്ട് ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന് മാത്രമല്ല, ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിനും ഇനിയുള്ള വ്യൂസ് വെച്ചിട്ട് അതിലും ഈ ആർട്സിലൂടെ നമുക്ക് പേയ്മെന്റ് കിട്ടും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഇനി നമ്മളുടെ ഈ യൂട്യൂബിൽ നിന്ന് നിലവിൽ മോണിറ്റൈസേഷൻ ഓണായിട്ട് ഇതേപോലത്തെ ചെറിയ ചെറിയ ചാനലുകൾ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത് എന്നുള്ളത് എന്തായാലും തീർച്ചയായിട്ടും ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത് പറയാൻ വേണ്ടി മാത്രമാണത്. ബാക്കി നാളെ